പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. അതുകൊണ്ട് തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ തന്നെ തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവരെ വ്യക്തമാക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു അപ്പോസ്തലനാണ്. മീൻപിടുത്തക്കാരനായിരുന്ന പത്രോസിനെ യേശു എന്ന ഗുരുനാഥൻ കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാലെ ചലിക്കുവാൻ ശ്രമിച്ച പത്രോസിന്റെ ജീവിതം പിന്നത്തേതിൽ അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക് നടത്തപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. മുക്കുവനായിരുന്ന പത്രോസിനെ വരുവാനിരിക്കുന്ന ലോകത്തിൽ സംഭവിപ്പാനുള്ളതുപോലും പ്രവചിപ്പിക്കുമാറാക്കിയ ഒരു ദൈവശക്തി, അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനെന്ന നാമധേയത്തിന് അർഹനാക്കി തീർത്ത ഒരു ദൈവകൃപ, മുക്കുവ ജോലിയിൽ ആരും അംഗീകരിക്കപ്പെടാതിരുന്ന സ്ഥാനത്ത് നിന്ന് ആരും ഉയർത്തുവാൻ, എങ്ങനെ ഉയർത്തപ്പെടുവാൻ, എന്നാൽ ഒരു നല്ല ഗുരുനാഥനെ പിൻപറ്റുവാൻ ലഭിച്ച ഭാഗ്യം തൻ്റെ ജീവിതത്തിലൊരു വലിയ ഉയർച്ചയിലേക്ക് തന്നെ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. മാത്രമല്ല, വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് ഗമിപ്പാൻ കഴിയാതെ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ നിലനിൽക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അവനെ അത്ഭുതകരമായി നടത്തിയ ഒരു വിധത്തെക്കുറിച്ച് പത്രോസോട് പ്രതിപാദിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും നിങ്ങളുടെ ചിന്താഭാരങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കരുതലിനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്? ഒരിക്കലൊരു കരംപിരിവുകാർ പത്രോസിന്റെയും യേശു കർത്താവും നിൽക്കുന്ന ഒരു വേദിയിൽ കടന്നു വരുവാനിടയായി. കരം ചോദിക്കുമ്പോൾ അതിന് നികത്തുവാൻ, കരം കൊടുക്കുവാനുള്ളതായ സാഹചര്യം പത്രോസിന് ഇല്ലാതെ പോയപ്പോൾ ഗുരുവെ, കരം പിരിക്കുന്നവർ വന്നിരിക്കുന്നു എന്ന വിവരം യേശുവിനെ അറിയിക്കുക. യേശു കർത്താവ് പറയുന്നു, നീ ഒരു ചൂണ്ടലെടുത്ത് കടലിന്മേൽ വീശുക, അതിലൊരു മത്സ്യം കുരുങ്ങും. ആ മത്സ്യം പുറത്തെടുക്കുമ്പോൾ അതിലൊരു ചതുരമപ്പണം കാണും. അതെനിക്കും നിനക്കും വേണ്ടി കരം കൊടുക്കുക. എത്രയോ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് അവിടെ നമുക്ക് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് മത്സ്യം കിടക്കുന്ന ഒരു കടലിൽ ഒരു ചൂണ്ടലിട്ടാൽ ആ ചൂണ്ടലിന്മേൽ ഉടക്കപ്പെടുന്നതായ മത്സ്യത്തിന്റെ വായിൽ ചതുരദ്രവം ഇരിക്കുക. അങ്ങനെ ആ ദിവസത്തേക്കുള്ള പ്രത്യേകമായ സാഹചര്യങ്ങളെ ഓവർകം ചെയ്യുക. ചിന്തിച്ചു നോക്കിയാൽ എത്രയോ അത്ഭുതകരമായ പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ പ്രവൃത്തികളെല്ലാം ഇങ്ങനെയാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇന്ന് രാവിലെ സമയം ഇപ്രകാരം ഒരു സാഹചര്യത്തെ അതിജീവിപ്പാൻ കഴിയാതെ, അല്ല, ഒരു പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈകൾ ശൂന്യമായിരിക്കുന്ന അനുഭവം, ഇങ്ങനെയുള്ള ഞെരുക്കത്താൽ ഞെരുങ്ങുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നു. സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. അവൻ കരുതുന്ന ദൈവമാണ്, കരുതി വെച്ചിരിക്കുന്ന ദൈവമാണ്. അപ്പോൾ മത്സ്യത്തോട് കൽപ്പിച്ചതാണോ? കൽപ്പിക്കപ്പെട്ടിരുന്ന മത്സ്യം, മുന്നമേ സകലതും അറിയുന്നവനായ ദൈവം ആദ്യം തന്നെ വിഷയത്തെ കൽപ്പിച്ചാക്കി വെച്ചിട്ട് ഇരിക്കുന്നതെന്ന് നാം അറിയുന്നില്ല. എങ്ങനെയായിരുന്നാലും തത്സമയത്ത് ഉത്തരം ലഭിക്കുവാൻ ദൈവത്തിൻ്റെ കൃപാസനത്തിനടുത്ത് എന്നാൽ നിശ്ചയമായും ഈ കർത്താവ് നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹപ്രവർത്തകരാലോ സഹവിശ്വാസികളാലോ അല്ല, സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലോ നിങ്ങളെ അംഗീകരിക്കപ്പെടാത്ത, താഴ്ത്തപ്പെടുന്ന അനുഭവമുണ്ടോ? ഭയപ്പെടേണ്ട. കർത്താവ് പറയുന്നു, തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്തും. യോഗ്യതയില്ലാത്ത നമ്മെ ഉയർത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. അവൻ്റെ കരങ്ങളിൽ താണിരിക്കണം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് യേശുക്രിസ്തുവിൻ്റെ പാതയിലായിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ തക്ക സമയത്ത് ഉയർത്തുക എന്നുള്ള ദൈവീയ പദ്ധതിയാണ്. ഞെരുങ്ങുന്നതിൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ തത്സമയത്ത് കരുതലുകൾ കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ വിഷയത്തിൽ വിടുതൽ കൊടുക്കുക എന്നുള്ള ദൈവീയ പദ്ധതിയാണ്.